മതി. ദിലീപിന്റെ ആളാകാൻ നോക്കണ്ട, ദിലീപിനെ പോലാകാൻ നോക്കണ്ട കേട്ടോ. വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോ മോൻ പറഞ്ഞു, അമ്മേ ഇതേ ആ വഷളന്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അതിന് ഒത്തിരി പേരുണ്ടാവും. ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞങ്ങളുടെ വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞാ ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത്. വനിതകളോട് എല്ലാം ഞാൻ ചോദിച്ചിട്ടാ പറഞ്ഞത്. ഞാൻ കേശവദാസപുരത്തു നിന്ന് അടൂര് വരെയുള്ള ഒരു ബസ്സിന്, അതായത് കൽപ്പറ്റ ബസ്സായിരുന്നത്, പത്തനംതിട്ടയ്ക്കാണ് എനിക്ക് വരേണ്ടത്. അടൂര് വരെ ടിക്കറ്റ് എടുക്കാനായിട്ടാണ് കയറിയത്. 3 പേര്, എന്റെ ഫാമിലി ഉണ്ടായിരുന്നു, മോനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. ആ വണ്ടിക്കകത്ത് ദിലീപിന്റെ പറക്കും തളിക എന്ന് പറയുന്നൊരു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സൗണ്ടിൽ ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തില് എനിക്കത് പൊതുവായിട്ട് KSRTC ബസ്സിൽ ഇതിട്ട് പൊതുവായിട്ട് ഇത് കേട്ടുകൊണ്ട് 2.5 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടക്ടറോട് ഞാനിത് പറഞ്ഞു, സാറേ എനിക്ക് അടൂര് ആണ് ഇറങ്ങേണ്ടത്, നിങ്ങൾക്ക് ഈ സിനിമ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അല്ലെങ്കിൽ എനിക്ക് ഉടനെ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ എന്നുള്ള രീതിയിൽ വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 3 പേരും അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ എന്നിട്ടും അതിനുശേഷവും പിന്നെ അതിജീവിതയ്ക്കൊപ്പം എന്ന് നമ്മൾ പറയുമ്പോഴും എന്തെങ്കിലും നമുക്ക് ചെയ്യാം, നമുക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി ആ ബസ്സിലുള്ള മുഴുവൻ പിന്നെ ആൾക്കാരോടും ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഭൂരിപക്ഷം പേരും, അതായത് 2 പേരൊഴികെ ബാക്കി മുഴുവൻ പേരും, പ്രത്യേകിച്ച് വനിതകൾ പൂർണ്ണമായിട്ടും ഈ സിനിമ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, അവര് എന്നോടൊപ്പം നിന്നുകൊണ്ട് കണ്ടക്ടറോട് ഈ സിനിമ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. നിർബന്ധിതമായി ഞങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പം അത് കണ്ടക്ടർ ഈ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ച് ആ സിനിമ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ശേഷം കുറച്ച് വെള്ളമൊക്കെ അടിച്ചിരുന്ന 1-2 പേര് പ്രശ്നം ഉണ്ടാക്കി. കേസ് കോടതി തീർപ്പാക്കിയതല്ലേ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷെ താഴ്ക്കോടതി, കീഴെയുള്ള കോടതി മാത്രമാണ് ആ വിഷയത്തിൽ തീർപ്പാക്കിയിട്ടുള്ളത്. ഇനിയും കോടതിയുണ്ട്. തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നവരെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സ്ത്രീകളുടെ, ആത്മാഭിമാനമുള്ള ഓരോ സ്ത്രീയും അതാണ് ചെയ്യേണ്ടത്. Subscribe to One India and never miss an update.